+1 English, Unit 2, Chapter 2, The Question Answers of The Price of Flowers. Textual question and answers. Question number 1. Why was the narrator's attention drawn to the English girl? എന്തുകൊണ്ടാണ് കഥാകൃത്തിന്റെ അറ്റൻഷൻ ആ പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞത്? കഥാകൃത്തിന്റെ അറ്റൻഷൻ പെൺകുട്ടിയിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന് തോന്നി ആ പെൺകുട്ടി തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന്. മാത്രമല്ല, അവൾ ഇടക്കിടക്ക് കണ്ണുയർത്തി ഇദ്ദേഹത്തെ നോക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അവൾ ഏകദേശം 13-14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ വേഷവിധാനത്തിലൂടെ അവളെ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും അവളൊരു പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടിയാണെന്ന്. അവൾക്ക് വളരെ ഒരു ഒരു ദയനീയ ഭാവമായിരുന്നു നാം അവളെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു കൊച്ചുകുട്ടി, വലിയ കണ്ണുകളോട് കൂടിയ കൊച്ചുകുട്ടി, ദയനീയ ഭാവത്തോടുകൂടി നമ്മുടെ മുന്നിൽ അപ്പിയർ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് ഫീൽ ചെയ്തത്. സോ ദി ആൻസർ ഈസ് the narrator's attention was drawn to the English girl because she had been watching him with interested surprise, but she turned her eyes away as soon as he looked at her. She was 13 or 14 years old. From her clothes, one could guess she was a poor girl. She had large eyes which had a sad expression. Okay. Question number 2. What is your impression of the girl? പെൺകുട്ടിയെ പറ്റി നിങ്ങളുടെ മതിപ്പ് എന്താണ്? ആൻസർ: ഷീ ഈസ് എ ടീനേജർ ഫ്രം എ പുവർ ഫാമിലി. ഷീ ഹാഡ് ലാർജ് ഐസ് വിത്ത് എ സോറോഫുൾ എക്സ്പ്രഷൻ. വെൻ ഷീ സോ ദ നറേറ്റർ, സം ഐഡിയാസ് കെയിം ടു ഹെർ മൈൻഡ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഷീ വാച്ചസ് ഹിം സോ ക്ലോസ്ലി. Then she tries to find out if he is an Indian and if he comes to that particular restaurant all the time. Something about Indians has got into her mind and she is trying to clarify her doubts. She is a polite girl who thanks people even when some small service is given to her. ചോദ്യം എന്താണ്? പെൺകുട്ടിയെ പറ്റിയുള്ള മതിപ്പ് എന്താണ്? പെൺകുട്ടി ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടിയാണ്, ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള കുട്ടിയാണ്. ഷീ ഈസ് എ ടീനേജർ ഫ്രം എ പുവർ ഫാമിലി. ഷീ ഹാഡ് ലാർജ് ഐസ് വിത്ത് എ സോറോഫുൾ എക്സ്പ്രഷൻ. അതായത് വലിയ കണ്ണുകളോട് കൂടിയ ദയനീയ ഭാവം നിഴലിക്കുന്ന ഒരു പെൺകുട്ടി. വെൻ ഷീ സോ ദ നറേറ്റർ, സം ഐഡിയാസ് കെയിം ടു ഹർ. അതായത് കഥാകൃത്തിനെ ആ റെസ്റ്റോറന്റിൽ കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ അവളുടെ മനസ്സിലേക്ക് എന്തോ ഒരു ആശയം കടന്നു വരുന്നത് പോലെയാണ് തോന്നിയത്. അവൾ കുറെ നേരം കണ്ണെടുക്കാതെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നിന്നു. Then she tries to find out if he is an Indian and if he comes to that particular restaurant all the time. പിന്നീട് അവളുടെ അന്വേഷണം ഇതായിരുന്നു: അദ്ദേഹം ഒരു ഇന്ത്യൻ ആണോ, അദ്ദേഹം എപ്പോഴും ഈ റെസ്റ്റോറൻറ്റിലെ ഇവിടെ എത്താറുണ്ടോ. സംതിങ് അബൌട്ട് ഇന്ത്യൻസ് ഹാസ് ഗോട്ട് ഇൻ ടു ഹെർ മൈൻഡ് ആൻഡ് ഷീ ഈസ് ട്രൈങ് ടു ക്ലാരിഫൈ ഹർ ഡൗട്ട്സ്. അതായത് അവളൊരു ഇംഗ്ലീഷ് ഗേൾ ആണ്. അപ്പോൾ ഇന്ത്യക്കാരെ പറ്റിയെല്ലാം അവൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കേട്ടതെല്ലാം അങ്ങനെ തന്നെയാണോ, സത്യമാണോ, അദ്ദേഹത്തിനോട് എന്തൊക്കെയോ ചോദിച്ചറിയണം എന്നുള്ള ഒരു ആഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ തന്റെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെയിട്രസിനോട് അവൾ ശ്രമിക്കുകയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടി, അതുപോലെ തന്നെ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ചെറിയ ചെറിയ വരുമാനം കിട്ടി ആ വരുമാനത്തിന്റെ സഹായത്താലാണ് അവൾ ജീവിച്ചു പോരുന്നത്. ഓക്കെ. The next ചോദ്യം: How do you know that the girl was interested in knowing the identity of the narrator? അതായത് ഈ കഥാകൃത്ത് ആരാണെന്ന് അറിയാനായിട്ട് അവൾക്ക് താല്പര്യമുണ്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾക്കറിയാൻ സാധിക്കുക? I know that the girl was interested in knowing the identity of the narrator from the fact that she watched him with interested surprise. Later, she asked the cashier whether the narrator was an Indian and whether he comes to the restaurant every day. അതായത് എനിക്ക് പെൺകുട്ടിക്ക് അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്തെന്നാൽ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ അവൾ നോക്കിയിരിക്കുന്നതായിട്ട് തോന്നിയിരുന്നു. പിന്നീട് അവള് കാഷ്യറിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു, ഈ കഥാകൃത്ത് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ, അദ്ദേഹം എപ്പോഴും റെസ്റ്റോറന്റിലെ ഇവിടെ എല്ലാ ദിവസവും എത്താറുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിൽ നിന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാനും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ പറ്റി അറിയാനും എല്ലാം താല്പര്യമുണ്ടെന്ന്. ഓക്കെ. Then what do you understand about the probable financial conditions of the girl? പെൺകുട്ടിയുടെ സാമ്പത്തിക നിലയെക്കുറിച്ച്
എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? The girl is from a poor family and that we can guess from the dress she is wearing. She has large eyes which have a sad expression. The waitress says that she comes to the restaurant only on Saturdays for her lunch because Saturday is the payday. On the other days, she does not take lunch because she has no money. She is working in a nearby shop, maybe for a very small pay. As she is a teenager, nobody would hire her for a big salary. അതായത് പെൺകുട്ടി ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവളെ കാണുമ്പോൾ തന്നെ അറിയാം, അവൾ ഇട്ടിരിക്കുന്ന വേഷം കാണുമ്പോൾ തന്നെ അറിയാം അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന്. അതായത് എന്താ പറയുക, നോക്കിയാൽ ഒരു ദയനീയ ഭാവവും വലിയ കണ്ണുകളോടുകൂടിയ ഒരു കൗമാരക്കാരിയായ കുട്ടി. മുഖത്തേക്ക് നോക്കിയാൽ വളരെ സങ്കടഭാവമാണ്, ദുഃഖമാണ് മുഖത്ത് നിഴലിക്കുന്നത്. അപ്പോൾ വെയിട്രസ് പറയാറുണ്ട് അവൾ വരുന്നത് മിക്കവാറും റെസ്റ്റോറൻറ്റിൽ ശനിയാഴ്ചകളിലായിരിക്കും. കാരണം എന്തെന്നാൽ അവളുടെ കയ്യിൽ ശനിയാഴ്ചകളിലെ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള പൈസ അവളുടെ കയ്യിൽ ശനിയാഴ്ച മാത്രമേ ഉണ്ടാകാറുള്ളൂ. മറ്റു ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഡസ് നോട്ട് ടേക്ക് ലഞ്ച്. മറ്റു ദിവസങ്ങളിൽ അവൾ ഉച്ചഭക്ഷണം കഴിക്കാറില്ല. കാരണം എന്തെന്നാൽ ബിക്കോസ് ഷീ ഹാസ് നോ മണി, അവളുടെ കയ്യിൽ പണമില്ലാത്തത് തന്നെ കാരണം. അവൾ വർക്ക് ചെയ്യുന്നത് അടുത്തുള്ള ഒരു ഷോപ്പിലാണ്. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ നിയർ ബൈ ഷോപ്പ്, മേ ബി ഫോർ എ വെരി സ്മാൾ പേ. ആ ഷോപ്പിൽ വർക്ക് ചെയ്താൽ തന്നെ കിട്ടുന്നതോ ഒരു ചെറിയ തുകയായിരിക്കും അവളുടെ കയ്യിൽ കിട്ടുന്നത്. ആ ഷീ ഈസ് എ ടീനേജർ, നോബഡി വുഡ് ഹയർ ഹർ ഫോർ എ ബിഗ് സാലറി. അതായത് ഒരു പെൺകുട്ടി, ഒരു കൗമാരക്കാരിയായ കുട്ടി എന്ന രീതിയിൽ തന്നെ ഒരു ഷോപ്പിലുള്ളവരും അവൾക്ക് കൂടുതൽ സാലറി കൊടുത്തുകൊണ്ട്, കൂടുതൽ പൈസ കൊടുത്തുകൊണ്ട് അവളെ ജോലിക്ക് വെക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ വേണ്ടത്ര പണമില്ലാത്തത് കൊണ്ടാണ് അവൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ വരാത്തത്. ശനിയാഴ്ചകളിൽ മാത്രമാണ് അവൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, വൈ വാസ് ദ നറേറ്റർ ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ? വാട്ട് ഡിഡ് ഹി ഡു ടു മീറ്റ് ഹർ? അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ കഥാകൃത്തിന് ഇവളെ കണ്ടപ്പോഴേക്കും ഒരു ആകാംക്ഷ ഉണ്ടായത്? വാട്ട് ഡിഡ് ഹി ഡു ടു മീറ്റ് ഹർ? അവളെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത്? അതിന്റെ ആൻസർ, ദ നറേറ്റർ വാസ് ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ ബിക്കോസ് ഹി ഫൗണ്ട് ഷി വാസ് ക്യൂരിയസ് അബൌട്ട് ഹിം. അതായത് നമ്മുടെ കഥാകൃത്തിന് അവളെ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ, ഒരു ജിജ്ഞാസ എല്ലാം ഉണ്ടാകാൻ കാരണം എന്തെന്നാൽ അദ്ദേഹത്തിന് തോന്നി അവൾ തന്നിലേക്ക് എന്തോ ഒരു അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി അവൾ നോക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. She asked the cashier if he was an Indian and if he came to the restaurant every day. അതായത് പെൺകുട്ടി കാഷ്യറിനോട് ചോദിച്ചു അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ, അദ്ദേഹം എല്ലാ ദിവസവും ഈ റെസ്റ്റോറൻറ്റിൽ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. From the waitress he had come to know that the girl worked in a nearby ഷോപ്പ്. വെയിട്രസിൽ നിന്നും നമ്മുടെ നറേറ്റർ കഥാകൃത്ത് അറിയാൻ സാധിച്ചത് എന്തെന്നാലേ അവൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ടു മീറ്റ് ഹർ ഹി ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ് നിയർ സെന്റ് മാർട്ടിൻസ് ലൈൻ ആൻഡ് ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്. അപ്പോഴിവിടെ സെന്റ് മാർട്ടിൻസ് ട്രെയിനിലെ ഷോപ്പിൽ ആണ് അവൾ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് തോന്നി അവളെ അവിടെ പോയൊന്ന് കാണണമെന്നുള്ള ഒരു ആശയം. ബട്ട് ഹി കുഡ് നോട്ട് ട്രേസ് ഹർ. കാണണമെന്നുള്ള ഒരു ആശയം മനസ്സിലുണ്ട്, പക്ഷെ എന്നാലും അവളെ ട്രേസ് ചെയ്യാനായിട്ട്, പിന്തുടരാനായിട്ട് അദ്ദേഹം തുനിഞ്ഞില്ല. ദെൻ ഹി മെറ്റ് ഹർ ഇൻ ദ റെസ്റ്റോറന്റ് അഗൈൻ ഓൺ ദ നെക്സ്റ്റ് ഡേ. അവൾ ഇവിടെയാണ് ഈ ഷോപ്പിൽ, അതായത് സെന്റ് മാർട്ടിൻ ലൈനിലുള്ള ഷോപ്പിലാണ് അവൾ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടും ആ ഷോപ്പിൽ പോയി കാണാനായിട്ട് അദ്ദേഹം മനസ്സിച്ചില്ല. എന്നാൽ അടുത്ത ദിവസവും അദ്ദേഹം ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോഴേക്കും അവിടെ വെച്ച് വീണ്ടും, അതായത് അടുത്ത ദിവസം മീൻസ് നെക്സ്റ്റ് സാറ്റർഡേ, അവൾ സാറ്റർഡേ ഉള്ളിയാണ് അവിടെ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേയും അവിടെ വെച്ച് അവളെ വീണ്ടും കാണുവാനായിട്ട് ആ ലഞ്ച് ടൈമിന് തന്നെ, ഡ്യൂറിങ് ദ ലഞ്ച് ടൈമിന് തന്നെ അദ്ദേഹത്തിന് അവളെ കാണുവാനായിട്ട് സാധിച്ചു. സോ ഹിയർ ബട്ട് ഹി കുഡ് നോട്ട് ട്രേസ് ഹർ. ദെൻ ഹി മെറ്റ് ഹർ ഇൻ ദി റെസ്റ്റോറന്റ് അഗൈൻ ഓൺ ദ നെക്സ്റ്റ് സാറ്റർഡേ ഡ്യൂറിങ് ദ ലഞ്ച് ടൈം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6, വൈ ഡിഡ് ദ നറേറ്റർ ഗോ ടു ദ റെസ്റ്റോറന്റ് അഗൈൻ? എന്തുകൊണ്ടാണ് നമ്മുടെ നറേറ്റർ ആ റെസ്റ്റോറന്റിൽ വീണ്ടും പോയത്? The narrator went to the restaurant again in the hope of meeting the young English girl. He was told by the waitress that the girl came to the restaurant on Saturdays for lunch.
അതായത് നമ്മുടെ കഥാകൃത്ത് വീണ്ടും ആ റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട് ഇടയായത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹം പ്രതീക്ഷിച്ചു ഒരുപക്ഷെ ആ ഇംഗ്ലീഷ് ഗേൾ വീണ്ടും അടുത്ത സാറ്റർഡേ അവിടെ എത്തുമായിരിക്കുമെന്ന്. സോ ഹിയർ ദ നറേറ്റർ വെന്റ് ടു ദ റെസ്റ്റോറന്റ് അഗൈൻ ഇൻ ദ ഹോപ്പ് ഓഫ് മീറ്റിംഗ്. അദ്ദേഹത്തെ, അതായത് ആ പെൺകുട്ടിയെ അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് നറേറ്റർ വീണ്ടും റെസ്റ്റോറന്റിൽ പോയത്. ഹി വാസ് ടോൾഡ് ബൈ ദ വെയിട്രസ് ദാറ്റ് ദ ഗേൾ കെയിം ടു ദി റെസ്റ്റോറന്റ് ഓൺ സാറ്റർഡേസ് ഫോർ ലഞ്ച്. അദ്ദേഹത്തോട് അവിടുത്തെ വെയിട്രസ് പറഞ്ഞത് എന്തെന്നാൽ പെൺകുട്ടി അവിടെ ഒക്കേഷണലായിട്ട് സാറ്റർഡേസ് അവിടെ എത്താറുണ്ട്, അപ്പോൾ സാറ്റർഡേസിൽ ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ വരാറുണ്ട് എന്ന് വെയിട്രസ് അദ്ദേഹത്തിനോട് പറഞ്ഞു. അപ്പോൾ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം അടുത്ത സാറ്റർഡേ വന്നപ്പോഴേക്കും ആ റെസ്റ്റോറൻറ്റിൽ പോയത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വാട്ട് ഇംപ്രഷൻ ഡിഡ് ദ ഗേൾ ഹാവ് അബൌട്ട് ഇന്ത്യ? ഇന്ത്യയെ പറ്റി ഈ ഇംഗ്ലീഷ് ഗേളിനുള്ള ഇംപ്രഷൻ എന്താണ്, മതിപ്പ് എന്താണ്, അല്ലെങ്കിൽ അഭിപ്രായം എന്താണ്? The girl thought that India was a dangerous country full of tigers, snakes and fevers. This is the impression she got from people. The girl thought that India was a dangerous country. ഇന്ത്യ വളരെ അപകടകരമായ ഒരു രാജ്യമാണ്, നിറയെ കടുവകളും അതേപോലെ തന്നെ പാമ്പ്, ടൈഗറൊക്കെ ഉള്ള നാടാണെന്ന് അവൾ കേട്ടിട്ടുള്ളത്. ഇവിടെ നിറയെ ടൈഗേഴ്സ്, സ്നേക്സ്, അതേപോലെ തന്നെ അസുഖങ്ങൾ ഒക്കെ ഉള്ള ഒരു നാടാണ്, അല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്നാണ് അവൾക്ക് കേൾവി. അതാണ് അവൾക്ക് ഇന്ത്യയെ പറ്റി അവൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ആളുകളിൽ നിന്നും, മറ്റുള്ള ആളുകളിൽ നിന്നും അവൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. ഇന്ത്യയിൽ നിറയെ കടുവയും പുലിയും ഒക്കെ ഉള്ളതാണ്, ടൈഗേഴ്സ് ഉണ്ട്, പിന്നെ സ്നേക്സ് ഉണ്ട്, ദെൻ ഫീവേഴ്സ് ഉണ്ട്. അപ്പൊ രോഗങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, ടൈഗറുണ്ട്, ഇവരെല്ലാം കൂടി ചേർന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യയെ പറ്റി മറ്റുള്ളവരിൽ നിന്ന് അവൾക്ക് കേട്ടറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8, വാസ് മാഗി സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ്? ഇഫ് നോട്ട് വൈ? അതായത് മാഗി താൻ ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി ഉണ്ടോ? ഇനി എന്തുകൊണ്ടില്ല? മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ്, ഇതാണ് ആൻസർ. മാഗിക്ക് ഒട്ടും തന്നെ തൃപ്തിയില്ല ഈ ജോലിയിൽ. ഇറ്റ് വാസ് എ മെക്കാനിക്കൽ ജോബ്. താനിത് ശരിക്കും യാന്ത്രികമായിട്ട് ചെയ്യുന്നതാണ്, ആസ്വദിച്ച് ചെയ്യുന്നതൊന്നല്ല. ഷീ വാണ്ടഡ് ടു ഹാവ് എ ജോബ് ടു മേക്ക് യൂസ് ഓഫ് ഹർ ഹെഡ്, ഹർ ബ്രെയിൻ. ഷീ വുഡ് ലൈക്ക് ടു ബി എ സെക്രട്ടറി. അതായത് തനിക്ക് ആഗ്രഹമുണ്ട് തൻ്റെ കഴിവും തൻ്റെ ബ്രെയിനും ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ജോലി ചെയ്യണമെന്ന്. പക്ഷേ തനിക്ക് അതിനൊരു അവസരം വന്നിട്ടില്ല. അവൾ ആഗ്രഹിക്കുന്നതും ഒരു സെക്രട്ടറി ആയി ആ ഒരു തലത്തിൽ വർക്ക് ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഒട്ടും തന്നെ തൃപ്തിയില്ല. മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ്. ഇറ്റ് വാസ് എ മെക്കാനിക്കൽ ജോബ്. She wanted to have job to make use of her head, her brain. She would like to be a secretary. Okay. Then what do you understand by brain work? Brain work എന്ന് പറഞ്ഞാൽ തലച്ചോറ് കൊണ്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? Answer. By brain work, I understand those type of work which need some thinking. We in India often call brain work as white collar jobs. അതായത് ബ്രെയിൻ വർക്ക് എന്ന് പറയുന്നതിലൂടെ മനസ്സിലാക്കുന്ന കാര്യം എന്തെന്നാൽ, നാം ചെയ്യുന്ന വർക്കുകളുണ്ടല്ലോ, അതായത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടതായി വരുന്ന ജോലികൾ, സം തിങ്കിങ് വർക്ക് വിച്ച് നീഡ് സം തിങ്കിങ്, ദാറ്റ് ഈസ് ബ്രെയിൻ വർക്ക്. അതായത് ആലോചിച്ച് ചെയ്യേണ്ടതായി വരുന്ന വർക്കാണ് ബ്രെയിൻ വർക്ക്. വി ഇൻ ഇന്ത്യ ഓഫൺ കാൾ ബ്രെയിൻ വർക്ക് ആസ് വൈറ്റ് കോളർ ജോബ്സ്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ മിക്കവാറും നാം ബ്രെയിൻ വർക്കിനെ നാം വിളിക്കുന്നത് എന്താ? വൈറ്റ് കോളർ ജോബ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ. Then why did Maggie ask narrator whether he was a vegetarian? എന്തുകൊണ്ടാണ് മാഗി നറേറ്ററിനെ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കുന്നത്? അതായത് മാഗി നറേറ്ററോട് വെജിറ്റേറിയൻ ആണെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം വാസ് എ വെജിറ്റേറിയൻ to find out if he was a yogi. She had heard that yogis do not eat meat and they have some magical powers. അപ്പൊ മാഗി എന്നാണ് പെൺകുട്ടിയുടെ പേര്. അപ്പൊ മാഗി നമ്മുടെ നറേറ്ററോട് ചോദിക്കുന്ന എന്താ? മാഗി ആസ്ക്ഡ് ദ നറേറ്റർ വെദർ ദ നറേറ്റർ വാസ് എ വെജിറ്റേറിയൻ ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഹി വാസ് എ യോഗി. എന്തിനാണ്? അദ്ദേഹം ഒരു യോഗി ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ യോഗിയാണെങ്കിലോ, ഷീ ഹേർഡ് ദാറ്റ്, അവൾക്ക് കേട്ടറിവുണ്ട്. എന്താണ്? that yogis do not eat meat.
യോഗീസ് എന്ത് ചെയ്യില്ല, മീറ്റൊന്നും കഴിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് പൊതുവെ ചില മാജിക്കൽ പവേഴ്സ് ഉള്ളവരാണ് എന്നൊക്കെയാണ് താൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വല്ല തരത്തിലും കഴിവുള്ള ഒരാളാണോ ഇദ്ദേഹം എന്നറിയാനാണ് മാഗി ഇപ്രകാരം ചോദിച്ചത്. നറേറ്ററോട്, നമ്മുടെ കഥാകൃത്തിനോട് ഇപ്രകാരം വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചത്. ഓക്കെ. Maggie asked the narrator whether the narrator was a vegetarian to find out if he was a yogi. She had heard that yogis do not eat meat and they have some magical powers. Okay. Then, why did Mr. Gupta go to Maggie's house? എന്തുകൊണ്ടാണ് നമ്മുടെ നറേറ്റർ മിസ്റ്റർ ഗുപ്ത എന്തുകൊണ്ടാണ് മാഗിയുടെ വീട്ടിൽ പോയത്? Why did Mr. Gupta go to Maggie's house? Mr. Gupta went to Maggie's house because she invited him. എന്തുകൊണ്ടാ പോയേ? മാഗിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതുകൊണ്ടാണ് പോയത്. She wanted to introduce him to her mother, who wanted to meet an Indian to find out the truth about the stories she had heard about India. അതായത് എന്തുകൊണ്ട് വീട്ടിൽ ക്ഷണിച്ചു എന്ന് പറ. അപ്പോൾ എന്തുകൊണ്ട് വീട്ടിൽ പോയി? മാഗി ക്ഷണിച്ചതുകൊണ്ട് പോയി. അവളെന്താ വിളിച്ചുകൊണ്ട് പോയത്? അവൾ ആഗ്രഹിച്ചു തന്നെ വീട്ടിൽ കൊണ്ടുപോയി തന്റെ അമ്മയെ കാണിക്കണമെന്ന്. അതായത് നമ്മുടെ നറേറ്ററിനെ വീട്ടിൽ കൊണ്ടുപോയി മാഗിയുടെ അമ്മയെ പരിചയപ്പെടുത്തണമെന്ന്. അതായത് മാഗിയുടെ അമ്മയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇന്ത്യക്കാരെ കാണണമെന്നും അവരോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുമുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു അവസരമായി കണ്ടുകൊണ്ടാണ് മാഗി ഗുപ്തയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോഴേക്കും ഇന്ത്യക്കാരെ പറ്റി, ഇവർ ഇംഗ്ലീഷ് പീപ്പിൾ ആണല്ലോ, അപ്പോൾ ഇന്ത്യക്കാരെ പറ്റി എന്തൊക്കെയോ കേട്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നുള്ളതെല്ലാം അറിയണം. ചില കഥകളെല്ലാം അവർ കേട്ടറിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാരെ കുറിച്ച്. അത് അങ്ങനെ തന്നെയാണോ എന്നറിയാൻ കൂടിയാണ് മാഗി ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. Moreover, Mr. Gupta had developed some liking and sympathy towards Maggie and was willing to help her in any way possible. മാത്രമല്ല, ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഒരു സങ്കടഭാവമാണ് തോന്നിക്കുന്നത്. ഒരു മുഖത്ത് എന്തൊക്കെയോ വിഷമമുള്ള പോലെയുള്ള ഒരു ഭാവമാണ്. അപ്പോൾ ഈ ഭാവം കാണുമ്പോൾ തന്നെ ആരാണേലും അവളെ ഏതെങ്കിലും തരത്തിലെ സഹായിക്കാൻ പറ്റിയാലേ, അവളെ കണ്ടപ്പോൾ തന്നെ ഈ 14 വയസ്സുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ കണ്ടപ്പോൾ തന്നെ അവളോടൊരു ഇഷ്ടം തോന്നുകയും അവളോടൊരു സഹതാപം തോന്നുകയും, അതുകൊണ്ട് തന്നെ മാഗിയുടെ വീട്ടിൽ പോയി വീട്ടിലുള്ളവരെ കാണുവാനും അവളെ ഏതെങ്കിലും തരത്തിലെ സഹായിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അവളെ സഹായിക്കണമെന്നും തോന്നിയിരുന്നു. അതുകൊണ്ടാണ് മാഗി വിളിച്ചപ്പോഴേക്കും അദ്ദേഹം അവളുടെ വീട് സന്ദർശിക്കുന്നതിന് വേണ്ടി പോയത്. ഓക്കെ. So Mr. Gupta went to Maggie's house because she invited him. She wanted to introduce him to her mother, who wanted to meet an Indian to find out the truth about the stories she had heard about India. Moreover, Mr. Gupta had developed some liking and sympathy towards Maggie and was willing to help her in any way possible. Okay. The next question, what do you understand about the living conditions of Maggie and her mother? അതായത് മാഗിയുടെയും അമ്മയുടെയും ജീവിത സാഹചര്യം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? The living conditions of Maggie and her mother were very poor. They lived in a small house in the Lambeth area where poor people lived. Here, the streets are above the ground. Kitchens are often below street level. They had very cheap furniture and that too was very little. The carpet was very old and torn in many places. Maggie's mother baked cakes and sold them for a living. അപ്പോൾ അവര് മനസ്സിലാക്കുന്നത് എന്തെന്നാൽ, അതായത് ഇവിടെ കാണുമ്പോഴേക്കും നമ്മൾക്ക് മാഗിയും അമ്മയും അവരുടെ ജീവിതാവസ്ഥ എന്താണ് എന്നാണ് ചോദ്യം. അതായത് ഇവരുടെ ജീവിതാവസ്ഥ വളരെ മോശമാണ്. ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് മാഗി ആൻഡ് ഹെർ മദർ വെയർ വെരി പുവർ. വളരെ ദരിദ്രമായ അവസ്ഥയാണ് അവർക്ക്. അവർ ജീവിക്കുന്നത് തന്നെ ഒരു പാവപ്പെട്ട ആളുകളുടേതായ രീതിയിലുള്ള ജീവിതമാണ്. ദേ ലീവ്ഡ് ഇൻ എ സ്മാൾ ഹൗസ്. ഒരു കൊച്ചു വീട്ടിലാണ് ജീവിക്കുന്നത്. അതായത് അവിടുത്തെ സാധാരണക്കാരായി ജീവിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് ലാംബത്ത് ഏരിയ എന്ന് പറയും. അവിടെ പാവപ്പെട്ട ജനങ്ങൾ മാത്രമാണ് ജീവിക്കുന്നത്. ആ കൂട്ടത്തിലാണ് ഇവരും ജീവിച്ചു പോകുന്നത്. ദേ ലീവ്ഡ് ഇൻ എ സ്മാൾ ഹൗസ് ഇൻ ദ ലാംബത്ത് ഏരിയ വെയർ പുവർ പീപ്പിൾ ലീവ്ഡ്. ഹിയർ ദ സ്ട്രീറ്റ്സ് ആർ എബവ് ദ ഗ്രൗണ്ട്. അതായത് ഗ്രൗണ്ടിൽ നിന്നും അല്പം മുകളിൽ എന്ന രീതിയിലാണ് ഈ ഒരു തെരുവ് നിലകൊള്ളുന്നത്.
കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. കിച്ചൺസ് എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ അടുക്കളകളൊക്കെ ഏകദേശം സ്ട്രീറ്റ് ലെവലിനും ബിലോ ആയിട്ടാണ് നിലകൊള്ളുന്നത്. ദേ ഹാഡ് വെരി ചീപ്പ് ഫർണിച്ചർ ആൻഡ് ദാറ്റ് ടു വാസ് വെരി ലിറ്റിൽ. അവർക്ക് വളരെ വില കുറഞ്ഞ തോതിലുള്ള ഫർണിച്ചറാണ് ഉള്ളത്. അതുപോലെ തന്നെ വളരെ ലിറ്റിലായ വളരെ ചെറുതായ ഒരു വീടാണ് അവർക്കുള്ളത്. കാർപ്പറ്റ് വളരെ പഴകിയതാണ്. അതുപോലെ മെനി പ്ലേസസിലും ആ കാർപ്പറ്റ് തന്നെ കീറി പഴകിയ കാർപ്പറ്റാണ് അവരുടെ തറയിൽ ഇട്ടിരിക്കുന്നത്. മാഗീസ് മദർ ബേക്ക്ഡ് കേക്ക്സ് ആൻഡ് സോൾഡ് ദം ഫോർ എ ലിവിങ്. ജീവിക്കാൻ വേണ്ടിയിട്ട് മാഗിയുടെ അമ്മ എന്തുണ്ടാക്കുന്നു? കേക്ക് ഉണ്ടാക്കുന്നു. ആ കേക്ക് വിറ്റാണ് അവര് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. വൈ ഈസ് സാറ്റർഡേ സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹെർ മദർ? എന്താ സാറ്റർഡേ എന്ന ദിവസം അവർക്ക് വളരെ സ്പെഷ്യൽ ആകുന്ന രണ്ടുപേർക്കും, മാഗിക്കും അമ്മയ്ക്കും ശനിയാഴ്ച എത്തിയാൽ വളരെ സ്പെഷ്യലാ. എന്താ കാരണം? സാറ്റർഡേ ഈസ് സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹെർ മദർ ഫോർ 2 reasons. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഇത് പ്രത്യേകത അല്ലെങ്കിൽ വളരെ സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസമായി മാറുന്നത്. അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഇറ്റ് ഈസ് മാഗീസ് പേ ഡേ. മാഗി ജോലി ചെയ്താൽ പൈസ കിട്ടുന്ന ദിവസമാണ് ശനിയാഴ്ച. ഓൺ വിച്ച് ഷീ ക്യാൻ എൻജോയ് എ മീൽ ഇൻ എ റെസ്റ്റോറന്റ്. അപ്പോൾ പൈസ കിട്ടിയാൽ ഉടൻ തന്നെ അവൾക്ക് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് അവൾ പോയി ചോറ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിൽ ചെല്ലുന്നത്. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പൂവർ നൈബർഹുഡ് ലൈക്ക് ലാംബത്ത്. അതായത് ലാംബത്ത് ലൈനിലെ ആ ഒരു തെരുവിലുള്ള വീട്ടിലാണല്ലോ ഇവർ താമസിക്കുക. അപ്പോൾ ആ ലാംബത്തിൽ ലൈനിലുള്ള എല്ലാ വീട്ടുകാരും ആ സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ആഘോഷമാക്കി മാറ്റാറുണ്ട്. അത് എല്ലാ വീടുകളും അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് അന്നേ ദിവസം എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകളെല്ലാം കൂടി കുറച്ച് പണം അവർ സ്പെൻഡ് ചെയ്തുകൊണ്ട് അവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതാണ്. മാഗീസ് മദർ ബേക്സ് കേക്ക്സ് ആൻഡ് സെൽസ് ദം ഓൺ സാറ്റർഡേസ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദേ മേക്ക് എ ലിവിങ്. അപ്പൊ മാഗിയുടെ അമ്മ എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കും. കേക്ക് ബേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് തീർച്ചയായിട്ടും അന്നേ ദിവസം കൊണ്ടേ അത് വിൽക്കുമ്പോഴേക്കും അവർക്ക് അന്ന് ദിവസം പൈസ കിട്ടും. അപ്പോൾ ആ പൈസ കിട്ടുമ്പോഴേക്കും അന്നേ ദിവസം ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷവും രണ്ടു കൂട്ടരും കൂടി ചെയ്യാറുണ്ട്. സോ സാറ്റർഡേ ഈസ് എ സ്പെഷ്യൽ ഓഫ് ബോത്ത് ഓഫ് ദം. അപ്പോൾ അങ്ങനെ സാറ്റർഡേ എന്ന് പറയുന്ന ദിവസം അവർക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് സാറ്റർഡേ രണ്ടുപേർക്കും സ്പെഷ്യൽ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് മാഗിയുടെ ആ ഒരു വീട്ടിലെ അന്നേ ദിവസം തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നൈബർഹുഡ്സിലെ അതായത് ആ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ മൊത്തത്തിലെ എങ്ങനെയാണ് ആ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ മൊത്തത്തിലെ ആഘോഷം കൊണ്ടുപോകുന്ന തരത്തിലാണ് ആ ദിവസം എന്ന് പറയുന്നത്. വെൻ ദ പൂവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ആസ് ദേ റിസീവ് ദെയർ വേജസ്. അതായത് ആ 7 ദിവസവും ജോലി ചെയ്തു അന്നേ ദിവസം അവരുടെ പൈസ കിട്ടുമ്പോഴേക്കും ആ ദിവസം അവർ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത. മാഗിയുടെ അമ്മ കേക്ക് ഉണ്ടാക്കും. കേക്ക് കൊണ്ട് വിറ്റഴിക്കാനായിട്ട് ശനിയാഴ്ചയല്ല പോണത്. അങ്ങനെ വിറ്റഴിക്കുമ്പോഴേക്കും അതിലൂടെ കിട്ടുന്ന പൈസ അവർക്കത് സ്പെഷ്യലായിട്ട് സ്പെൻഡ് ചെയ്യാൻ കൂടിയുള്ളതാണ്. സോ സാറ്റർഡേ ഈസ് സോ സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹെർ മദർ. This is mainly because of 2 reasons. Because of the following reasons. It is Maggie's payday on which she can enjoy a meal in a restaurant. Saturday night is a time of festivity in poor neighborhoods like Lambeth. It is a day when the poor are able to spend a little as they receive their wages. Maggie's mother bakes cakes and sells them on Saturdays, and that is how they make a living. So Saturday is special to both of you. Okay. അപ്പോൾ ഈ ഒരു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതാനും ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കി പാർട്ട് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.